തിരിച്ചുവന്ന പ്രവാസികളുടെ അവകാശ സംരക്ഷണത്തിനായി കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ച കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച പെൻഷൻ വിതരണം ചെയ്യുക, അംശാദായം അടച്ചുകഴിഞ്ഞ അപേക്ഷ നൽകിയ പ്രവാസികളുടെ പെൻഷൻ വിതരണം ആരംഭിക്കുക, ക്ഷേമനിധിയിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് ഉടൻ അംഗീകാരം നൽകുക, പ്രവാസി ആരോഗ്യ ഇൻഷുറൻസിൽ തിരിച്ചെത്തിയ പ്രവാസികളെയും ഉൾപ്പെടുത്തുക, പ്രവാസി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ച കേരള പ്രവാസി ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, നിരവധിയായ വാഗ്ദാനങ്ങൾ കേരളത്തിലെ പല സമൂഹങ്ങൾക്കും നൽകിയതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിന് വലിയ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടന്നതാണ്. മുഖ്യമന്ത്രി നേരിട്ടും നിയമസഭയിലും മലയാളികൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും പോയി വലിയ സമ്മേളനങ്ങൾ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്ന് ഒരു ജനരേഖയായി പ്രതിഷേധ സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഇമ്പിച്ചി മമ്മു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി പി കെ മജീദ് ഹാജി വടകര, ജില്ലാ ഭാരവാഹികളായ വി ഹാഷിം കോയത്തങ്ങൾ, ഹുസൈൻ കമ്മന, കെ വി ഷെരീഫ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.